നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 37 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നണികൾക്ക് ഭീഷണിയായി അപരന്മാർ. കാഞ്ഞങ്ങാട് ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാരുണ്ട്. ഇവരുടെ സാന്നിധ്യം ജയപരാജയങ്ങളിൽ നിർണായകമാകുമെന്നതിനാൽ പ്രധാന മുന്നണികളെല്ലാം ആശങ്കയിലാണ്. LDF കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് വികസനം തന്നെയാണെന്ന് സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF BJP ഡീൽ മറച്ചുവെക്കാനാണ് കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിക്കുന്നതെന്ന് MP ജയരാജൻ. മഞ്ചേശ്വരത്ത് KG മാരാരെ ജയിപ്പിക്കാൻ തീരുമാനിച്ചത് ലീഗ് കോൺഗ്രസ് നേതാക്കളാണെന്നും MP ജയരാജൻ കാസർഗോട്ട് പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വൻ കവർച്ചാ കേസുകളിൽ പ്രതികളെ പിടികൂടി പോലീസ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുട്ടിച്ചിറലിലെ വീട് കുത്തിത്തുറന്ന സംഘവും കുമ്പളയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലോറി മോഷ്ടിച്ച സംഘവുമാണ് പോലീസിന്റെ പിടിയിലായത്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ മണ്ഡലം തല പൊതുപര്യടനത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പടയൊരുക്കം നടത്തി. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 37 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിലായി 79 പത്രികകളാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇതിൽ സാധുവായ 63 പത്രികകൾ സ്വീകരിച്ചു. 16 പത്രികകൾ തള്ളി. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ജില്ലയിൽ 37 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 14 നാമനിർദ്ദേശ പത്രികകളിൽ 12 പത്രികകളാണ് സ്വീകരിച്ചത്. 2 എണ്ണം തള്ളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ജി, 2020 സ്ഥാനാർത്ഥികളായ രവി കുളങ്ങര, രമണി KV, CPIM സ്ഥാനാർത്ഥി മുസ്തഫ VPP, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മുസ്തഫ PP, മുസ്തഫ VP, സന്ദീപ് എളാട്ട് എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP പ്രകാശൻ, CPIM സ്ഥാനാർത്ഥി സാബു അബ്രഹാം എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് തള്ളിയത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 13 നാമനിർദ്ദേശ പത്രികകളിൽ 9 പത്രികകളാണ് സ്വീകരിച്ചത്. 4 എണ്ണം തള്ളി. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷൈജി, BJP സ്ഥാനാർത്ഥി M ബലരാജ്, CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, BSP സ്ഥാനാർത്ഥി വിജയകുമാർ B എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് സ്വീകരിച്ചത്. BJP സ്ഥാനാർത്ഥി വേണുഗോപാൽ KK, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിസാമുദ്ദീൻ K, CPI സ്ഥാനാർത്ഥി ബാബു CP എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് തള്ളിയത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 10 പത്രികകൾ സ്വീകരിച്ചു. 5 എണ്ണം തള്ളി. ഉദുമ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. CPIM സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലകണ്ഠൻ, BJP സ്ഥാനാർത്ഥി M മനുലാൽ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ കുഞ്ഞിരാമൻ, കുഞ്ഞമ്പു, നസീർ എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് സ്വീകരിച്ചത്. CPIM സ്ഥാനാർത്ഥി ബാലൻ, രാജൻ എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് ഇവിടെ തള്ളിയത്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 13 നാമനിർദ്ദേശ പത്രികകളിൽ 12 പത്രികകളാണ് സ്വീകരിച്ചത്. 1 എണ്ണം തള്ളി. കാസർഗോഡ് മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കല്ലട്ര മാഹിൻ, BJP സ്ഥാനാർത്ഥി ML അശ്വിനി, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഷാനവാസ് പാദൂർ, ഷാനവാസ് AA, MA ലത്തീഫ്, മുഹമ്മദ് അലി ഫത്താഹ് എന്നിവരുടെ പത്രികകളാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ മാഹിൻ കേളോട്ട് സമർപ്പിച്ച പത്രികയാണ് തള്ളിയത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 24 നാമനിർദ്ദേശ പത്രികകളിൽ 20 പത്രികകളാണ് സ്വീകരിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. BSP സ്ഥാനാർത്ഥി സഞ്ജീവ, CPIM സ്ഥാനാർത്ഥി
KR ജയാനന്ദ, BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫ്, SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മുഹമ്മദ് അഷ്റഫ്, അബ്ദുൽ ലത്തീഫ് I, ജീൻ ലവീന മൊന്തേരോ, മുഹമ്മദ് അഷ്റഫ് KA, ജോൺ ഡിസൂസ, മുഹമ്മദ് റഫീഖ്, N കേശവനായിക്, D സുരേന്ദ്രൻ നായർ, K അബ്ദുല്ല എന്നിവരുടെ പത്രികകളാണ് സ്വീകരിച്ചത്. BJP സ്ഥാനാർത്ഥിയായ സുരേഷ് കുമാർ ഷെട്ടി, CPIM സ്ഥാനാർത്ഥിയായ വിട്ടള റായ്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AK ഹാരിഫ് എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. വരണാധികാരികളായ ഷെർലി VE, മനോജ് KR, ലിബു S ലോറൻസ്, ബിനു ജോസഫ്, രഘുമണി VP എന്നിവർ സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു. ഉപവരണാധികാരികളും സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നണികൾക്ക് ഭീഷണിയായി അപരന്മാർ. കാഞ്ഞങ്ങാട് ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാരുണ്ട്. ഇവരുടെ സാന്നിധ്യം ജയപരാജയങ്ങളിൽ നിർണായകമാകുമെന്നതിനാൽ പ്രധാന മുന്നണികളെല്ലാം ആശങ്കയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഒന്നൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും മുന്നണികൾക്ക് ഭീഷണിയായി അപര സ്ഥാനാർത്ഥികൾ. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മാത്രമാണ് അപരശല്യമില്ലാത്ത പോരാട്ടം നടക്കുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയ്ക്കും UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്കും അപരന്മാരുണ്ട്. PP മുസ്തഫ, VP മുസ്തഫ, സന്ദീപ് എളാട്ട് എന്നിവരാണ് അപരന്മാർ. ഉദുമ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ CH കുഞ്ഞമ്പുവിന് PP കുഞ്ഞമ്പു അപരനായുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായ ഷാനവാസ് പാതൂരിനും അപരഭീഷണിയുണ്ട്. AA ഷാനവാസാണ് അപരൻ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്വതന്ത്രനായ D സുരേന്ദ്രൻ നായർ, NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് അപരഭീഷണിയാണ്. മുൻപ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ 89 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അന്ന് അപരനായി മത്സരിച്ചയാൾ 467 വോട്ട് നേടിയിരുന്നു. ഇതും NDA മുന്നണിയുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഘടകമാണ്. UDF സ്ഥാനാർത്ഥിയായ AKM അഷ്റഫിനാണ് അപരശല്യം കൂടുതൽ. KA മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് അപരന്മാർ. ഇതോടൊപ്പം രസകരമായ മറ്റൊരു സാമ്യം കൂടിയുണ്ട്. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫും ഫലത്തിൽ AKM അഷ്റഫിന് അപരനായേക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. LDF കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് വികസനം തന്നെയാണെന്ന് സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് വികസനം തന്നെയാണെന്ന് സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മണ്ഡലത്തിലെ കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയുടെ കെട്ടിടം ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യം. ഏതാണ്ട് ഈ മണ്ഡലത്തിലെ 7 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം അനുവദിച്ച് കെട്ടിട സൗകര്യമുണ്ട്. 14 സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ കൊടുത്ത് വികസന പ്രവർത്തനം. ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഈ ചന്ദ്രശേഖരൻ MLA അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്ത് ഫണ്ട് ലഭ്യമായതിൽ 40% ഫണ്ടും ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ റോഡിന്റെ കാര്യമായി ചില പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട്. അതെല്ലാം ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായ കണക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ 10 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 5000 കോടിയിലധികം രൂപയുടെ, അത് കിഫ്ബി ഫണ്ടായാലും പിന്നെ MLA ഫണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് വികസന പാക്കേജ്, പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഇതും കൂടി അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ചുള്ള പ്രചരണം അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം LDF നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരും. 10 വർഷത്തിനിടെ കിഫ്ബി, പ്ലാൻ, കാസർഗോഡ് വികസന പാക്കേജ് തുടങ്ങി വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 40% ഫണ്ടുകളും ചിലവഴിച്ചത് വിദ്യാഭ്യാസ മേഖലയിലാണ്. കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് മാത്രമായി 5 കോടി രൂപയാണ് അനുവദിച്ചത്. മണ്ഡലത്തിലെ പല സ്കൂളുകൾക്കും 3 കോടി, 1 കോടി കണക്കിൽ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ലെന്ന് UDFും BJPയും കള്ളപ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് LDF വോട്ടർമാരെ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ ആവേശകരമായ പ്രതികരണങ്ങളാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെയും ജനക്ഷേമ പദ്ധതികളുടെയും ഗുണഫലങ്ങൾ ലഭിച്ച വോട്ടർമാരിൽ നിന്നും അനുകൂല പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നതെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി N ബാലകൃഷ്ണൻ സംബന്ധിച്ചു.
പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ മണ്ഡലം തല പൊതുപര്യടനത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പടയൊരുക്കം നടത്തി. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. അന്ധമായ കോൺഗ്രസ് വിരോധം മൂലം പിണറായി വിജയൻ BJPയുടെ ചിന്തകൾക്ക് മൗനമായി അംഗീകാരം കൊടുക്കുകയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കേരള മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി നൽകുന്നതാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുക, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ കെട്ടിപ്പടുക്കുക. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരും ആ മുദ്രാവാക്യം വെച്ച് പറഞ്ഞേനെ. പക്ഷെ ഭാഗ്യവശാൽ അത് കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഇല്ലാത്തതുകൊണ്ട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, UDF ജില്ലാ ചെയർമാൻ A ഗോവിന്ദൻ നായർ, KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ട്രഷറർ P കുഞ്ഞിക്കണ്ണൻ, കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, രമേശൻ കരുവാച്ചേരി, അഡ്വക്കേറ്റ് MTP കരീം, മാമുനി വിജയൻ, സാജിദ സഫറുള്ള, KP പ്രകാശൻ, TCA റഹ്മാൻ, ടോമി പ്ലാച്ചേരി, PKC റൌഫ് ഹാജി, ലത്തീഫ് നീലഗിരി, K ശ്രീധരൻ മാസ്റ്റർ, PV മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP റോഡ് ഷോ നടത്തും. വൈകുന്നേരം 5 മണിക്ക് തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും നീലേശ്വരത്ത് തീരദേശ റോഡിലൂടെയാണ് റോഡ് ഷോ നടത്തുക. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വൻ കവർച്ചാ കേസുകളിൽ പ്രതികളെ പിടികൂടി പോലീസ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുട്ടിച്ചെറലിലെ വീട് കുത്തിത്തുറന്ന സംഘവും കുമ്പളയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലോറി മോഷ്ടിച്ച സംഘവുമാണ് പോലീസിന്റെ പിടിയിലായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വൻ കവർച്ചാ കേസുകളിൽ പ്രതികളെ പിടികൂടി പോലീസ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുട്ടിച്ചെറലിലെ വീട് കുത്തിത്തുറന്ന സംഘവും കുമ്പളയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലോറി മോഷ്ടിച്ച സംഘവുമാണ് പോലീസിന്റെ പിടിയിലായത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുട്ടിച്ചെറലിലെ വീട്ടിൽ മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് അറസ്റ്റിലായത്. പാലക്കാട് നെന്മാറ സ്വദേശി ഷട്ടർ ജലീൽ, മംഗലം ഡാം സ്വദേശി വിശ്വനാഥൻ എന്നിവരെ അമ്പലത്തറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഡിസംബർ 26-ന് വീട്ടിലുള്ളവർ പുറത്തുപോയ സമയത്ത് വാതിൽ തകർത്ത് അകത്തു കയറിയ പ്രതികൾ ലാപ്ടോപ്പും ക്യാമറയുമടക്കം 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കവർന്നിരുന്നു. ബൈക്കിൽ കറങ്ങി നടന്ന പൂട്ടിക്കിടക്കുന്ന വീടുകൾ നിരീക്ഷിച്ച് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. തെളിവെടുപ്പിനിടെ പ്രതികൾ കവർച്ചാ രീതികൾ പോലീസിനോട് വിവരിച്ചു. മംഗൽപാടിയിൽ ലോറി മോഷ്ടിച്ച യുവാക്കൾ പിടിയിൽ. മംഗൽപാടി അടുക്കയിലെ ZMS ഫിഷ് സർവീസ് ഓഫീസിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ലോറി മോഷ്ടിച്ച കേസിൽ 2 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടനാട് സ്വദേശി മുഹമ്മദ് റിസ്വാൻ, പുത്തികെ സ്വദേശി അബ്ദുള്ള AP എന്നിവരാണ് പിടിയിലായത്. മാർച്ച് 21-ന് രാത്രി നടന്ന മോഷണത്തിൽ കുമ്പള SHO ബൈജു K ജോസിന്റെയും സബ് ഇൻസ്പെക്ടർ സനീതിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 303 പ്രകാരം കേസെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ വിദ്യാലയങ്ങളിൽ പതിറ്റാണ്ടുകൾ സേവനം ചെയ്ത് ചെറുവത്തൂർ ഉപജില്ലയിൽ നിന്നും 15 പ്രധാനാധ്യാപകർ പടിയിറങ്ങുന്നു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കുരുന്നുകൾക്ക് അക്ഷരം പകർന്നേകി സർവീസിൽ നിന്നും വിരമിക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ പരിധിയിലെ 9 വനിതാ അധ്യാപകർക്കും 6 പുരുഷ അധ്യാപകർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. ആയിറ്റിയിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു റൊട്ടീൻ പ്രക്രിയയായിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ സർക്കാർ സർവീസിന്റെ ഭാഗമായി ഇപ്പോൾ AE ഓഫീസിലൊക്കെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ അവരെന്താ വെച്ചാൽ ആ ജോലി ആരംഭിക്കുന്നത് മുതൽ അവരുടെ ആ പ്രൊഫഷൻ തീരുന്നത് വരെയുള്ള കാലത്ത് ഒരേ കാര്യമാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ അധ്യാപകരെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ചിലപ്പോൾ ഒരേ കാര്യമായിരിക്കാം, പക്ഷേ പഠിക്കുന്നതിന് വേണ്ടി വരുന്ന കുട്ടികൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകളായിരിക്കാം. വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ആചാരങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ തീർച്ചയായും നമ്മുടെ
കുട്ടികളുടെ കൂടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 15 പ്രധാനാധ്യാപകർക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുനത്തിരിയൻ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ BPC VV സുബ്രഹ്മണ്യൻ, ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ PK മുരളീകൃഷ്ണൻ, AO ഓഫീസ് സീനിയർ സൂപ്രണ്ട് K വിജേഷ്, T വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൊതുമേഖലകളെ സംരക്ഷിക്കുന്നതിൽ മുഴുവൻ വൈദ്യുതി തൊഴിലാളികളും അണിനിരക്കണമെന്ന് KCB വർക്കേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ ജനറൽ ബോഡി യോഗം ആഹ്വാനം ചെയ്തു. വൈദ്യുതി മേഖല പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ മുഴുവൻ തൊഴിലാളികളും അണിനിരക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പൊതുമേഖലകളെ സംരക്ഷിക്കുന്നതിൽ മുഴുവൻ വൈദ്യുതി തൊഴിലാളികളും അണിനിരക്കണമെന്ന് KCB വർക്കേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ ജനറൽ ബോഡി യോഗം ആഹ്വാനം ചെയ്തു. വൈദ്യുതി മേഖല പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ മുഴുവൻ തൊഴിലാളികളും അണിനിരക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ ഡിവിഷൻ കമ്മിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഖാക്കളെ, കാസർഗോഡ് ജില്ലയിൽ ഇതിനു മുമ്പ് 2 തവണ ജനറൽ ബോഡി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ 2 തവണയും വന്നത് കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു മാറ്റം കൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. ഒരു പ്രാവശ്യം കാസർഗോഡ് വന്നപ്പോൾ അടുത്ത് കാഞ്ഞങ്ങാട് വരണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ പക്ഷെ 2ാമത്തെ തവണ വീണ്ടും കാസർഗോഡായി. അപ്പോൾ ജനാർദ്ദന സഖാവ് പറഞ്ഞു ഇനി എന്തായാലും കാഞ്ഞങ്ങാട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3ാമത്തേതിന് കാഞ്ഞങ്ങാട് വരണമെന്ന് എനിക്ക് താല്പര്യമില്ല. സംസ്ഥാന ഭാരവാഹികളായ PK പ്രമോദ്, V ജനാർദ്ദനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രഭാകരൻ, ഗിരീശൻ A, ഗോപാലകൃഷ്ണപിള്ള, സന്തോഷ് B നായർ, ഗിരിജ K എന്നിവർ സംസാരിച്ചു. K ശശിധരൻ സ്വാഗതം പറഞ്ഞു. PV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറിയായി ഗിരീശൻ Aയെ തെരഞ്ഞെടുത്തു. ഡിവിഷൻ സെക്രട്ടറിയായിരുന്ന K ശശിധരന് യാത്രയപ്പും സർവീസിൽ നിന്നും വിരമിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനന് ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് 25 ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് നൽകുമെന്ന് കേരള വിഷൻ. ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് NH അൻവർ ട്രസ്റ്റ് വഴി ആംബുലൻസ് നൽകുന്നത്. കേരള വിഷൻ അധികൃതരും ആശുപത്രി വികസന സമിതി അധികൃതരും ചേർന്ന് ഇത് സംബന്ധിച്ച് എഗ്രിമെന്റ് തയ്യാറാക്കി. നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് 25 ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് നൽകുമെന്ന് കേരള വിഷൻ. ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് NH അൻവർ ട്രസ്റ്റ് വഴി ആംബുലൻസ് നൽകുന്നത്. കേരള വിഷൻ അധികൃതരും ആശുപത്രി വികസന സമിതി അധികൃതരും ചേർന്ന് ഇത് സംബന്ധിച്ച എഗ്രിമെന്റ് തയ്യാറാക്കി. ഇന്ത്യൻ കേബിൾ TVക്ക് അമൂല്യ സംഭാവനകൾ സമ്മാനിച്ച കാസർഗോഡ് ജില്ലക്കാരനായ NH അൻവറിന്റെ 10ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ആംബുലൻസ് നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിന് കൈമാറും. അൻവർ ട്രസ്റ്റ് വഴി കേരളത്തിലുടനീളം വിവിധ പരിപാടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫോൺ ബേബീസിനെ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റലിലും അതുപോലെ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലും ഈ 10ാം ചരമവാർഷികത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ വർഷവും NH അൻവറിന്റെ പേരിൽ 2 പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഒന്ന് എറണാകുളത്ത് നമ്മളെ സംസ്ഥാന തലത്തിലുള്ള പരിപാടി, ഈ ജില്ലക്കാരൻ എന്നുള്ളത് ജില്ലയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്തവണത്തെ പരിപാടി മെയ് 7-ാം തീയതിയാണ് ചരമവാർഷികം വരാറ്. മെയ് 7-ാം തീയതിയാണ് എറണാകുളത്ത് പരിപാടി സംഘടിപ്പിക്കാറ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു കൺവീൻസ് ആയിട്ട് ഡേറ്റിനാണ് നമ്മൾ കാസർഗോഡ് ജില്ലക്കാർക്ക് പരിപാടി സംഘടിപ്പിക്കാറ്. അപ്പൊ അങ്ങനെ പരിപാടി ഇത്തവണത്തെ പരിപാടി ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് ആ സൗകര്യങ്ങൾ. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നീലേശ്വരം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സതീശൻ, പൊതുമരാമത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK ചന്ദ്രമതി, ആശുപത്രി സൂപ്രണ്ട് സോനു B നായർ, ഡോക്ടർ V സുരേഷൻ, നഗരസഭാ കൗൺസിലർമാരായ AV സുരേന്ദ്രൻ, അനീഷ്, കേരള വിഷൻ ഡയറക്ടർ M ലോഹിതാക്ഷൻ, NH അൻവർ ട്രസ്റ്റ് മെമ്പർ ഷുക്കൂർ കോളിക്കര, കമ്പനി സെക്രട്ടറി KS ഷിനു, കേരള വിഷൻ PRO S ഷിജു, ഹോസ്പിറ്റൽ ക്ലർക്ക് രഞ്ജിത്ത് KP, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് 51ാമത് വാർഷിക സമ്മേളനം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു.
സർക്കാർ ജീവനക്കാരുടെ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരിച്ചു തരുമെന്ന വാഗ്ദാനത്തിൽ നിർത്തി പറ്റിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് 51ാമത് വാർഷിക സമ്മേളനം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരിച്ചു തരുമെന്ന വാഗ്ദാനത്തിൽ നിർത്തിപ്പറ്റിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നും സാമ്പത്തിക ബാധ്യതകൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുന്ന സർക്കാരിന്റെ ബാധ്യതയാക്കി വെച്ച് ജീവനക്കാരെ വഞ്ചിച്ചവരാണ് പിണറായി സർക്കാർ എന്നും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ പറഞ്ഞു. ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാൾവഴികളുടെ ചരിത്രത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നതും സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഇതൊരു NGO അസോസിയേഷന്റെ ഒരു സമ്മേളനങ്ങളുടെ കാലഘട്ടമല്ല. മാർച്ച് മാസം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടം, സാമ്പത്തിക വർഷത്തിന്റെ അവസാനം, ഇതൊരു സമ്മേളനത്തിന് പറ്റിയ ഒരു കാലവുമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം അതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ഈ നാട്ടിലുണ്ടായി. ആ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റായി. സർക്കാർ ജീവനക്കാരെന്ന് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളെയും അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ, യുവാക്കൾ, വനിതകൾ, അധ്യാപകർ, ജീവനക്കാർ, തൊഴിലാളികൾ എല്ലാവരെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് സംസ്ഥാനം ഭരിച്ച ഒരു ഗവൺമെന്റ്. ബ്രാഞ്ച് പ്രസിഡന്റ് അശോകൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം, VM രാജേഷ് എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് തൃക്കരിപ്പൂർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് AT ശശി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PTP രാജേഷ് സംഘടനാ ചർച്ച അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അരുൺകുമാർ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ സജീഷ്, സുനിൽ P, സഞ്ജീവൻ K, ജില്ലാ ഭാരവാഹികളായ നികീഷ് MV, സുനിൽകുമാർ PV, റെനിൽസൺ K തോമസ്, വിജയകുമാരൻ നായർ, പ്രവീൺ വരയില്ലം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിനോദ് P രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ രമേശൻ K, ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന താലൂക്ക് സർവേയർ അജന്തകുമാർ, ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അശോക് കുമാർ കോടോത്ത് എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റി ആദരിച്ചു. ബ്രാഞ്ച് ട്രഷറർ രാജീവൻ MV നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പുതിയ ബ്രാഞ്ച് ഭാരവാഹികളായി അശോകൻ കരുവാച്ചേരിയെ പ്രസിഡന്റായും മുഹമ്മദ് ഷഫീഖ് തൃക്കരിപ്പൂർ സെക്രട്ടറിയായും രാജീവൻ MV ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി തൊഴിലാളി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് ജംഗ്ഷനിൽ തൊഴിലാളി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും തൊഴിൽ മേഖലയിൽ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്ന നയങ്ങളിലൂടെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തിയ ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നന്മ കാണണമെങ്കിൽ, കേരളത്തിന്റെ പുരോഗതി കാണണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല. കേരളത്തിന് പുറത്ത് പോയി നോക്കണം. കേരളത്തിൽ പുറത്ത് പോയി നോക്കി നമ്മൾ കേരളത്തെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേരളം എത്ര സുന്ദരം. ഈ കേരളത്തിൽ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞത് എത്ര ഭാഗ്യമാണ്. ഇനി നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളെല്ലാം ഈ കേരളത്തിലാണല്ലോ ഈ കാലയളവിൽ ജനിച്ചതും വളർന്നതും എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു 10 കൊല്ലമാണ് നമുക്ക് കടന്നുപോയത്. ആ 10 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 10 കൊല്ലത്തെ നമ്മുടെ വളർച്ച, കേരളത്തിന്റെ പുരോഗതി അത് തുടരണം. ഇപ്പൊ VSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നു. ഇപ്പൊ 2016 മുമ്പ് 11 മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ആ ഗവൺമെന്റ് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 68 സീറ്റ്
ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള UDF-ന് 72 സീറ്റ്, വെറും 2 സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. ഏരിയ പ്രസിഡന്റ് M. പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ, ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ പ്രമോദ് മണലിൽ, ഉണ്ണി പാലത്തിങ്കാൽ, സുനിൽകുമാർ വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി P. രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ നെരോത്ത് പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഓലമിടയൽ ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഓലമിടയൽ ചടങ്ങിൽ പങ്കാളികളായി. ശ്രീ നെരോത്ത് പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഓലമിടയൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മാതൃസമിതി നെരോത്തിന്റെ അംഗങ്ങളും ചെരളം, തേറക്കല്ല്, അട്ടക്കണ്ടം, തായന്നൂർ, എരളാൽ, ചെപ്പാറപ്പടവ്, ചീരോൽ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ദിവസവും നമുക്ക് ഏകദേശം ദിവസങ്ങളിലും ഓരോ കലാപരിപാടികൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ 24-ന് നമ്മൾ 2 മണിക്ക് കലവറ നടക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ കലവറ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ സ്ഥലം ആലോചിച്ച് ഇവിടെ തുടങ്ങലക്കാവിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നാൽ ഇവിടത്തേക്ക് പെട്ടെന്ന് എത്താം എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ ആളെ അഭിപ്രായം നമുക്ക് നമ്മളെ കമാനത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കയറ്റം കയറി വരാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വാഹനത്തിലും, ബാക്കിയുള്ളവർ നടന്ന് പിന്നെ മുത്തുക്കൊടിയും അതുപോലെ ചെണ്ടയിലായിട്ട് നടന്നു വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ആലോചിച്ചിട്ട്. ജനറൽ കൺവീനർ ശശിധരൻ അട്ടക്കണ്ടം, മാതൃസമിതി സെക്രട്ടറി പെരട്ടൂർ വിഭ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ബിന്ദുരാജ്, നാരായണൻ നേരോത്ത്, ബ്രഹ്മശ്രീ പെരിഗമന ശങ്കരൻ നമ്പൂതിരി, പെരിഗമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പ്രസിഡന്റ് രാഘവൻ PV എന്നിവരും, ലതിക RK, അശ്വിനി, ലതാ ചെർളം, PV കുഞ്ഞികൃഷ്ണൻ, സുരേഷ് ബാബു, മിഥുൻ നാരായണൻ, രാമനാഥ് PV, നന്ദനൻ പുലിക്കോടൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 37 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നണികൾക്ക് ഭീഷണിയായി അപരന്മാർ. കാഞ്ഞങ്ങാട് ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാരുണ്ട്. ഇവരുടെ സാന്നിധ്യം ജയപരാജയങ്ങളിൽ നിർണായകമാകുമെന്നതിനാൽ പ്രധാന മുന്നണികളെല്ലാം ആശങ്കയിലാണ്. LDF കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് വികസനം തന്നെയാണെന്ന് സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF BJP ഡീൽ മറച്ചുവെക്കാനാണ് കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിക്കുന്നതെന്ന് MV ജയരാജൻ. മഞ്ചേശ്വരത്ത് KG മാരാരെ ജയിപ്പിക്കാൻ തീരുമാനിച്ചത് ലീഗ് കോൺഗ്രസ് നേതാക്കളാണെന്നും MV ജയരാജൻ കാസർഗോഡ് പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വൻ കവർച്ചാ കേസുകളിൽ പ്രതികളെ പിടികൂടി പോലീസ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുട്ടിച്ചിറലിലെ വീട് കുത്തിത്തുറന്ന സംഘവും കുമ്പളയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലോറി മോഷ്ടിച്ച സംഘവുമാണ് പോലീസിന്റെ പിടിയിലായത്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ മണ്ഡലം തല പൊതുപര്യടനത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പടയൊരുക്കം നടത്തി. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.